നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. 14 ദിവസം കഴിഞ്ഞിരിക്കുന്നു സിനിമ റിലീസ് ചെയ്തിട്ട്. ആ 14 ദിവസത്തെ കണക്കുകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നില്ല. ഇതിനിടയിൽ ചെയ്ത വീഡിയോസിന്റെ ഇടയിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വന്ന ആവശ്യം എന്ന് പറയുന്നത് മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമായിരുന്നു. അതിനിടയിൽ ഹിന്ദിയിൽ വലിയ ഒരു തരംഗമായി മാറുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കളക്ഷന്റെ കാര്യത്തിലും അതുപോലെ തെലുങ്കിൽ സിനിമ റിലീസ് ചെയ്ത് അതിന്റെ കളക്ഷനും ഒക്കെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വേണമെന്നുള്ള ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കളക്ഷനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നു മുതലാണ് യഥാർത്ഥത്തിലുള്ള മാർക്കോയുടെ കളക്ഷൻ ആരംഭിക്കാൻ പോകുന്നത്. 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 15 ദിവസമാണ്. ഇന്ന് മുതലുള്ള കളക്ഷൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഞെട്ടിക്കാൻ പോകുന്ന കളക്ഷൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഗ്യാരണ്ടി പറയുന്നു. ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. മാർക്കോയുടെ ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു കുതിച്ചുചാട്ടം ഏത് ലെവലിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് തുടക്കം മുതൽ തന്നെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ പറയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റും ആ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടത്, മലയാളത്തിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടത് ഞാനാണ് എന്നുള്ളത്. വേറെ ഒന്നുമല്ല, ചിത്രം ഹിന്ദിയിൽ വലിയ ഒരു തരംഗമാകും, അതിനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് എന്നതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ വീഡിയോ വരാൻ പോകുന്നത്. ഇപ്പോൾ ആ ഒരു ഹിന്ദിയിലുള്ള ആ ഒരു തരംഗം, 2ാം വാരത്തിലുണ്ടായ ആ ഒരു കുതിച്ചുചാട്ടം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ കളക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ട്. 3ാം വാരത്തിൽ തകർത്ത് മറയാൻ പോവുകയാണ്. ഇതുവരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കോ കേരള ബോക്സ് ഓഫീസിൽ, ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 43,90,00,000 രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന്, അതായത് മലയാളത്തിൽ നിന്ന് 37,37,00,000 രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഹിന്ദിയിൽ നിന്ന് 4,93,00,000 രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. തെലുങ്കിൽ നിന്ന് 1,16,00,000 രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും എടുക്കാൻ സാധിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ഇതുവരെ ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ച് 79 കോടി രൂപയാണ്. 79 കോടി രൂപ 14 ദിവസം കൊണ്ട് നേടിയെടുത്ത സിനിമ. ആദ്യ വാരത്തിൽ നേടിയെടുത്തത്, ഇന്ത്യക്കകത്ത് നിന്ന് നേടിയെടുത്ത് 27,60,00,000 രൂപയാണ്. അതിൽ മലയാളത്തിന്റെ സംഭാവന 27,32,00,000 രൂപയായിരുന്നു. വെറും 28 ലക്ഷം രൂപ മാത്രം ഹിന്ദിയിൽ നിന്നും കിട്ടിയിരുന്നു ആദ്യത്തെ ആഴ്ച. 2ാം വാരത്തിലേക്ക് വരുന്ന സമയത്ത് 8ാം ദിവസം 2,30,00,000 രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നേടിയപ്പോൾ 2,05,00,000 രൂപ കേരള മാർക്കറ്റിൽ നിന്നും 25 ലക്ഷം രൂപ ഹിന്ദി മാർക്കറ്റിൽ നിന്നും നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു. പയ്യെ ഒന്ന് കയറി വരുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 9ാം ദിവസം 2,70,00,000 രൂപ ഇന്ത്യയിൽ നിന്ന് നേടിയപ്പോൾ മലയാളത്തിൽ നിന്ന് 2,10,00,000 രൂപയും അതുപോലെ തന്നെ ഹിന്ദിയിൽ നിന്ന് 60 ലക്ഷം രൂപയും നേടിയെടുത്തതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹിന്ദിയിൽ പയ്യെ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാം. 10ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ചയാണ്, 2ാമത്തെ ഞായറാഴ്ച, സിനിമ റിലീസ് ചെയ്തിട്ടുള്ള 2ാമത്തെ ഞായറാഴ്ചയായ 10ാം ദിവസം 3,10,00,000 രൂപയിലേക്ക്, 2ാമത്തെ ഞായറാഴ്ചയാണെന്ന് ഓർക്കുക, 3,10,00,000 രൂപയിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെയും 2,25,00,000 രൂപയായിട്ട് കേരള കളക്ഷൻ തന്നെ മുന്നിട്ട് നിൽക്കുന്നു. ഹിന്ദിയിൽ നിന്ന് 85 ലക്ഷം രൂപ നേടിയെടുക്കാനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് 2ാമത്തെ ഞായറാഴ്ച. 11ാം ദിവസത്തേക്ക് വരുന്ന സമയത്ത്, അതായത് അടുത്ത വർക്കിംഗ് ഡേയിലേക്ക് കടക്കുന്ന സമയത്ത് 1,60,00,000 രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതിൽ മലയാളത്തിന്റെ സംഭാവന 1,05,00,000 രൂപയും 55 ലക്ഷം രൂപ ഹിന്ദിയുടെ സംഭാവനയുമാണ്. അതായത് 11 ദിവസം, 2ാമത്തെ തിങ്കളാഴ്ച പോലും 1 കോടിക്ക് മുകളിൽ ചിത്രത്തിന്റെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഹിന്ദിയിൽ 50 ലക്ഷത്തിന് മുകളിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്.
12ാം ദിവസത്തേക്ക് വരുമ്പോൾ 1,35,00,000 രൂപയായിട്ട് കളക്ഷൻ ചെറുതായിട്ട് താഴുന്നത് കാണാൻ സാധിക്കും. മലയാളത്തിലെ കളക്ഷൻ 75 ലക്ഷം രൂപയിലേക്ക് താഴുന്നുണ്ട്. എന്നാൽ ഹിന്ദിയിലെ കളക്ഷൻ 55 ലക്ഷം രൂപയിൽ നിന്ന് 60 ലക്ഷം രൂപയിലേക്ക് കൂടുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ കളക്ഷൻ കുറയുന്നതനുസരിച്ച് ഹിന്ദിയിൽ പയ്യെ ആണെങ്കിലും മുന്നോട്ട് വരുന്നത് കാണാൻ സാധിക്കും. 60 ലക്ഷം രൂപ ഹിന്ദി കളക്ഷൻ. 13ാം ദിവസം നോക്കുന്ന സമയത്ത് ബുധനാഴ്ചയിലേക്ക് നോക്കുന്ന സമയത്ത് തിങ്കൾ ചൊവ്വ ബുധനാഴ്ചയിലേക്ക് നോക്കുന്ന സമയത്ത് 3,40,00,000 രൂപയായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ ഗംഭീരമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. അതായത് 3 ഇരട്ടിയാണ് കളക്ഷൻ ചാടിയിരിക്കുന്നത് തലേ ദിവസത്തേക്കാൾ. മലയാളത്തിൽ 1,15,00,000 രൂപയായിട്ട് കളക്ഷൻ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. 1,15,00,000 രൂപ തന്നെയായിട്ട് ഹിന്ദി കളക്ഷനും ചാടിയതായിട്ട് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ഒരു മലയാള സിനിമയ്ക്ക് ഹിന്ദിയിൽ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടുന്ന ഒരു ദിവസം. അതാണ് ഈ കഴിഞ്ഞ ബുധനാഴ്ച സംഭവിച്ചത്. ഒരു മലയാള സിനിമയ്ക്ക് ഹിന്ദി ഡബ്ബിംഗ് വേർഷന് ആദ്യമായിട്ട് ഹിന്ദിയിൽ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇതുവരെ ഒരു സിനിമ പോലും 1 കോടി പോലും തികച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അറിയാൻ സാധിച്ചത്. മറ്റൊരു റെക്കോർഡ് കൂടി ഈ ചിത്രം നേടിയിട്ടുണ്ട്. അന്ന് തെലുങ്കിൽ ചിത്രം റിലീസ് ചെയ്തിരുന്നു. 1,10,00,000 രൂപ തെലുങ്കിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചു. ഒരു സിനിമയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് 3 ഭാഷകളിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ച ആദ്യത്തെ മലയാളി താരമായിട്ടും ഈ ഒരു ചിത്രത്തിലൂടെ ഇദ്ദേഹം മാറിയിട്ടുണ്ട്. അതായത് ദുൽഖർ സൽമാന്റെയൊക്കെ സിനിമകൾ പല ഭാഷകളിലും റിലീസ് ചെയ്ത് വലിയ വിജയങ്ങൾ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 3 സ്ഥലങ്ങളിൽ ഒരുമിച്ച് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയല്ല അതൊന്നും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ഈ ഒരു റെക്കോർഡായിട്ട് പുറത്തു വന്ന സമയത്താണ് അറിയുന്നത്. ഞാൻ കരുതിയിരുന്നത് അങ്ങനെ ആയിരുന്നില്ല. ദുൽഖർ സൽമാന്റെ സിനിമയ്ക്കും പൃഥ്വിരാജിന്റെ സിനിമയ്ക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ ഇതൊരു റെക്കോർഡായിട്ട് വിലയിരുത്തപ്പെടുന്നു. മലയാളത്തിൽ 1,15,00,000 രൂപയായിട്ടും ഹിന്ദിയിൽ 1,15,00,000 രൂപയും നേടിയ സിനിമ തെലുങ്കിൽ 1,10,00,000 രൂപ നേടിയെടുത്തിരിക്കുന്നു. അടുത്തത് 14ാം ദിവസത്തേക്ക് വരുമ്പോൾ 1,85,00,000 രൂപയായിട്ട് കളക്ഷൻ ചെറുതായിട്ട് താഴുന്നുണ്ട്. 70 ലക്ഷം രൂപ മലയാളത്തിൽ നിന്ന് കിട്ടിയപ്പോൾ ഹിന്ദിയിൽ 65 ലക്ഷം രൂപയും തെലുങ്കിൽ 50 ലക്ഷം രൂപയായിട്ട് കളക്ഷൻ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഹൈപ്പിനകത്ത് ഒരു ഓളം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 2ാം വാരത്തിൽ മാത്രം ചിത്രം നേടിയത്, ഇന്ത്യക്കകത്ത് നിന്ന് നേടിയത് 16,30,00,000 രൂപയാണ്. അതിൽ മലയാളത്തിന്റെ സംഭാവന 10,05,00,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഹിന്ദിയുടെ സംഭാവന 4,65,00,000 രൂപയാണ്. തെലുങ്കിന്റെ സംഭാവന 2 ദിവസത്തെ മാത്രം സംഭാവന 1,60,00,000 രൂപയാണ്. ഇത്രയും നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മലയാളത്തിന്റെ കളക്ഷൻ ചെറുതായിട്ട് കുറഞ്ഞു വരുമ്പോൾ ഹിന്ദിയുടെ കളക്ഷൻ കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ പോലെ തന്നെ തെലുങ്കിലും പണം പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഹിന്ദിയിൽ ഞാൻ ഈ പടത്തിന്റെ റിവ്യൂ ചെയ്ത് ഫസ്റ്റ് കളക്ഷൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു 5 കോടി രൂപ ഈ ചിത്രം ഹിന്ദിയിൽ നിന്ന് കളക്ഷൻ നേടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ 2ാം ഭാഗം വരുമ്പോൾ വലിയ ഒരു ഹിറ്റായി മാറുമെന്നുള്ളത്. എന്നാൽ എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഈ ചിത്രം 15 കോടിക്ക് മുകളിൽ ഗ്യാരണ്ടി ആയിട്ട് ഹിന്ദിയിൽ നേടുമെന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ അടുത്ത വീഡിയോ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മാർക്കോയെ കുറിച്ചുള്ള എന്റെ 2ാമത്തെ വീഡിയോ ഇന്ന് വരുന്നത്, അത് തീർച്ചയായിട്ടും കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.